പുറപ്പാടിൻ്റെ പുസ്തകം 4:11 ദൈവം അരുളി ചെയ്യുന്നു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? സ്നേഹമുള്ളവരെ, ദൈവം ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവം ഓരോ വ്യക്തിയും സ്നേഹിക്കുന്നു. ആ ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഈ ഭൂമിയിൽ നൽകുവാൻ വേണ്ടി ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിന് ആവശ്യമായ ശാരീരിക അവയവങ്ങൾ നൽകി ദൈവം ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അംഗവൈകല്യം ഉള്ളവർ ഇല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും പരിപൂർണരാണ്. എങ്ങനെ പരിപൂർണരാണ്? ആ പ്രത്യേക സന്ദേശം നൽകുവാൻ വേണ്ടിയുള്ള എല്ലാ അവയവങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവം നൽകുന്നുണ്ട്. ആ ദൃഷ്ടിയിലാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരും അംഗവൈകല്യം ഉള്ളവരല്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, അംഗവൈകല്യം ഉള്ളവർ ശപിക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും അല്ല. അത് തെറ്റായൊരു ധാരണയാണ്. നോക്കിയേ, എത്രയോ അംഗവൈകല്യമുള്ളവർ, ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ് ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. എത്ര പേരാണ് വളരെ മനോഹരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? എത്ര പേരാണ് വളരെ പ്രചോദനം നൽകി നമുക്കെല്ലാവർക്കും വളരെ നല്ലൊരു സന്ദേശം നൽകി ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോയിട്ടുള്ളത്, ഇപ്പോഴും ജീവിക്കുന്നത്? അതുകൊണ്ട് ഈ രീതിയിൽ വേണം എല്ലാവരെയും നോക്കുവാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ശരിയായ ജീവിതം ഈ ജീവിതമല്ല, മറിച്ച് ഈ ഭൂമിയിൽ ദൈവം നൽകിയ സന്ദേശം നൽകിക്കൊണ്ട് ആ സ്വർഗരാജ്യത്തിലേക്ക് പോയി അവിടെയാണ് എന്നേക്കുമായിട്ട് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നത്. യേശുവേ നന്ദി.